മാർച്ച് 6-ന് ശേഷം അൽ ഖസാം ബ്രിഗേഡ്സ് വക്താവ് അബു ഉബൈദ നടത്തിയ ആദ്യ പൊതുപ്രസംഗമായിരുന്നു വെള്ളിയാഴ്ച നടന്നത്. ഇസ്രയേൽ മുൻ വെടിനിർത്തൽ കരാറുകൾ ലംഘിച്ചുവെന്ന് ആരോപിച്ച അബു ഉബൈദ പ്രതിരോധ പ്രവർത്തനങ്ങൾ തീവ്രമാക്കുമെന്ന ഒരു മുന്നറിയിപ്പ് കൂടി നൽകിയിട്ടുണ്ട്. മാനുഷിക സഹായത്തിന്റെ മറവിൽ ഗസയിൽ ഇസ്രയേൽ കൂട്ടക്കൊല തുടരുന്നതിനിടെയാണ് അബു ഉബൈദയുടെ പ്രസ്താവന വരുന്നത്. വിശദമായി നോക്കാം. ഉടമ്പടികൾ ഉപേക്ഷിച്ച് ശത്രുക്കൾ ആക്രമണം പുനരാരംഭിച്ചിട്ട് 4 മാസമായി. ഈ കാലയളവിൽ ഫലസ്തീൻ പോരാളികൾ ഇസ്രായേൽ സൈന്യത്തിന് വലിയ നാശനഷ്ടങ്ങൾ വരുത്തിയതായി അബു ഉബൈദ അവകാശപ്പെടുന്നുണ്ട്. നൂറുകണക്കിന് ഇസ്രായേലി സൈനികരെ കൊല്ലുകയും പരിക്കേൽപ്പിക്കുകയും ചെയ്തു. ആയിരക്കണക്കിന് പേർ മാനസികാഘാതം അനുഭവിച്ചു. ഫലസ്തീൻ ജനതയുടെ ചരിത്രത്തിലെ ഏറ്റവും ദൈർഘ്യമേറിയ ഏറ്റുമുട്ടലായിരുന്നു ഇതെന്നും ഉബൈദ പറയുന്നു. പ്രതിരോധത്തിനുള്ള കൂടുതൽ തന്ത്രങ്ങൾ വികസിപ്പിച്ചുകൊണ്ടിരിക്കുകയാണെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. ആധുനിക ചരിത്രത്തിൽ അധിനിവേശത്തിനെതിരെ ഒരു ജനതയുടെ പ്രതിരോധത്തിന്റെ ഏറ്റവും വലിയ സൈനിക പരിശീലന കേന്ദ്രമായി ഗസ മാറിയെന്നും അബു ഉബൈദ വിശേഷിപ്പിക്കുന്നുണ്ട്. ഫലസ്തീൻ പോരാളികൾ ഇസ്രായേൽ സൈന്യത്തെ ലക്ഷ്യമിട്ട് ആക്രമണങ്ങൾ തുടരുകയാണ്. സൈനികരെ പിടികൂടാൻ ശ്രമങ്ങൾ നടത്തുകയും ചെയ്തിട്ടുണ്ടെന്നും അദ്ദേഹം പറഞ്ഞു. അൽ ഖസാം ബ്രിഗേഡുകൾ അധിനിവേശ സേനകൾക്കെതിരെ ഒരു ദീർഘകാല യുദ്ധം തുടരാൻ തയ്യാറാണ്. അവരുടെ ആക്രമണത്തിന്റെ രൂപമോ പദ്ധതികളോ എന്തു തന്നെ ആയാലും യുദ്ധം തുടരുക തന്നെ ചെയ്യും. പ്രത്യേക ഓപ്പറേഷനുകൾ നടത്തുക, സൈനികരെ പിടികൂടുക എന്നിവ അടക്കമുള്ള ചില തന്ത്രങ്ങൾ മെനയുന്നുണ്ടെന്നും അബു ഉബൈദ പ്രസ്താവനയിൽ പറഞ്ഞു. വംശഹത്യ തുടരുക എന്നതാണ് ഇസ്രായേൽ ഭരണകൂടത്തിന്റെ തീരുമാനമെങ്കിൽ സൈനികരുടെയും ഓഫീസർമാരുടെയും ശവപ്പെട്ടികൾ ഏറ്റുവാങ്ങുന്നതും അവർക്ക് തുടരേണ്ടി വരുമെന്ന മുന്നറിയിപ്പും അദ്ദേഹം നൽകുന്നുണ്ട്. ഇസ്രായേലിന്റെ തുടർച്ചയായ ആക്രമണം തടയുന്നതിൽ പരാജയപ്പെട്ട അറബ് ഇസ്ലാമിക സർക്കാരുകളെ അബു ഉബൈദ രൂക്ഷമായി വിമർശിച്ചു. വിശുദ്ധ ഭൂമിയിൽ ഞങ്ങളുടെ ദശലക്ഷക്കണക്കിന് സഹോദരങ്ങൾ കൊല്ലപ്പെടുകയും വിശന്നു വലയുകയും ഭക്ഷണം, വെള്ളം, മരുന്ന് എന്നിവ നിഷേധിക്കപ്പെടുകയും ചെയ്യുമ്പോൾ രാഷ്ട്രങ്ങളും ഭരണകൂടങ്ങളും നോക്കി നിൽക്കുകയാണെന്ന് അദ്ദേഹം ചൂണ്ടിക്കാട്ടുന്നുണ്ട്. ഇസ്ലാമിക അറബ് രാഷ്ട്രങ്ങളിലെ നേതാക്കളുടെയും ഉന്നതരുടെയും പണ്ഡിതരുടെയും കയ്യിൽ 10,000-കണക്കിന് നിരപരാധികളുടെ രക്തം പുരണ്ടിരിക്കുന്നു. നിശബ്ദത ഭേദിച്ച് ശിക്ഷാ ഇളവുകൾ ഒഴിവാക്കിയിരുന്നെങ്കിൽ വംശഹത്യ നടത്താൻ ഇസ്രായേൽ ധൈര്യപ്പെടുമായിരുന്നില്ല എന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. ഇസ്രായേലിനെതിരെ ഫലപ്രദമായ ഒരു മുന്നണി എന്ന് വിശേഷിപ്പിച്ചുകൊണ്ട് യമനിലെ ഹൂത്തികളെ പ്രശംസിക്കുന്നുമുണ്ട് അബു ഉബൈദ. തടവുകാർക്ക് വേണ്ടിയുള്ള ഒരു സമഗ്ര കരാർ ഹമാസ് മുന്നോട്ട് വെച്ചെങ്കിലും ഇസ്രായേൽ സർക്കാർ അത് നിരസിച്ചതായി അബു ഉബൈദ പറഞ്ഞു. എല്ലാ ഇസ്രായേൽ ബന്ധുക്കളെയും ഒന്നിച്ചു വിട്ടയക്കാൻ ഒരു സമഗ്ര കരാർ ഹമാസ് വാഗ്ദാനം ചെയ്തിരുന്നു. എന്നാൽ യുദ്ധ കുറ്റവാളിയായ നെതന്യാഹുവും മന്ത്രിമാരും അത് നിരസിച്ചു. തടവിലുള്ള സൈനികർക്ക് അവർ യാതൊരു മുൻഗണനയും നൽകുന്നില്ല എന്ന് വ്യക്തമായി കഴിഞ്ഞു. മരണം സ്വീകരിക്കാൻ അവരുടെ ജനതയെ ഇസ്രായേൽ സജ്ജരാക്കി കഴിഞ്ഞിരിക്കുന്നു. ഫലസ്തീൻ ചർച്ചാ സംഘത്തെ പിന്തുണച്ചുകൊണ്ട് അബു ഉബൈദ തന്റെ പ്രസംഗം ഉപസംഹരിക്കുന്നത് ഇങ്ങനെയാണ്: തടവുകാരെ ബലപ്രയോഗത്തിലൂടെ മോചിപ്പിക്കാൻ ശ്രമിച്ച് പരാജയപ്പെട്ടതിനാൽ പ്രതിരോധത്തിന്റെ നിബന്ധനകൾക്കനുസരിച്ച് ഒരു കരാർ ഉണ്ടാക്കുകയല്ലാതെ ഇസ്രായേലിന് മറ്റ് മാർഗമില്ലെന്ന് ഹമാസ് വ്യക്തമാക്കിയിട്ടുണ്ട്. ബിഷപ്പും ഉപരോധവും വഴി ജനതയെ കീഴടക്കാൻ ഇസ്രായേൽ നിരന്തരം പരിശ്രമിക്കുന്നുണ്ടെങ്കിലും ഫലസ്തീൻ ജനത ഇവിടെ നിലനിൽക്കുകയാണ്. ഗസയിലെ ഉപരോധം തകർക്കാൻ ശ്രമിക്കുന്ന ലോകത്തെ എല്ലാ സ്വതന്ത്ര ജനങ്ങളോടും നന്ദി പറഞ്ഞുകൊണ്ടാണ് അബു ഉബൈദ തന്റെ പ്രസംഗം അവസാനിപ്പിക്കുന്നത്. അധിനിവേശം അവസാനിപ്പിക്കുന്നതുവരെ, ഞങ്ങളുടെ ജനത സ്വതന്ത്രരാകുന്നതുവരെ പ്രതിരോധം തുടരുമെന്നും അദ്ദേഹം ആവർത്തിച്ചു.